ഹായ് എവരിവൺ, നമസ്കാരം. എന്തു പറയണു എല്ലാവരും? സുഖമായിട്ടിരിക്കണോ? നല്ല തണുപ്പാണല്ലേ ഇപ്പോൾ കാലത്ത്. എനിക്ക് പൊതുവേ ഈ തണുപ്പ് കാലം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ആ രാവിലെ ആ കോടയും ഒക്കെ കാണുമ്പോൾ, പക്ഷേ നമുക്കിവിടെ നിർഭാഗ്യവശാൽ കുറച്ച് കോടയല്ലേ ഉള്ളൂ. മൂന്നാറോ ഒക്കെ പോകണം. ഞങ്ങൾ നെക്സ്റ്റ് വീക്ക് പോകുന്നുണ്ട് കേട്ടോ, കൂർഗ്. അവിടെ പോയി 2-3 ദിവസം അടിച്ച് പൊളിച്ച് പോയി വരണം. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇടാം കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് എന്താണെന്നറിയോ ഈ വീഡിയോ എടുക്കാൻ കാരണം, എനിക്ക് നമ്മളിങ്ങനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുമല്ലോ, ഫേസ്ബുക്കും യൂട്യൂബൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ യൂട്യൂബൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ ഞാനൊരു ഒരു ഇൻഷുറൻസിൻ്റെ ആഡ് കണ്ടു. എനിക്കൊരു സ്വഭാവമുണ്ടേ, എന്ത് കണ്ടാലും അപ്പം കുത്തും, ഗെറ്റ് ഓഫർ എന്നങ്ങനെ ഒരു ശീലമായിപ്പോയി. അപ്പോൾ അങ്ങനെ ഞാനത് ഗെറ്റ് കോട്ട് അടിച്ചു. അപ്പോൾ പിറ്റേ ദിവസം അവരുടെ വിളി നമുക്ക് വരുമല്ലോ, അവർ പരസ്യക്കാരല്ലേ. അതനുസരിച്ച് അവരെന്നെ വിളിച്ചപ്പോൾ അപ്പോൾ എൻ്റെ ഏജ് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എൻ്റെ ജോലി പറഞ്ഞു. അപ്പോൾ 25 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് കേട്ടോ. അത് മറ്റേ ടേം ഇൻഷുറൻസ് ആണേ. അപ്പോൾ 25 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ മാസം 970 രൂപ വെച്ച് അടയ്ക്കണം. അപ്പോൾ 970 രൂപ ഓക്കെ. അപ്പോൾ എത്ര വയസ്സ് വരെ അടയ്ക്കണം? 65 വയസ്സ് വരെ. മേജർ സർജറികളൊന്നും മഞ്ജുകുളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, ഈശ്വരൻ്റെ കറക്ഷൻ കൊണ്ട് ഇതുവരെ ഇല്ല. വീട്ടിലുറക്കുണ്ടേ, ഇനി ഞാനും കൂടി അത് ശരിയാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ ഓക്കെ മാഡം, അങ്ങനെയാണെങ്കിൽ മാഡത്തിന് മാസം 960 വെച്ച് അടയ്ക്കണം 65 വയസ്സ് വരെ. അങ്ങനെയാണെങ്കിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ അവകാശികൾക്ക് 25 ലക്ഷം രൂപ കിട്ടും. ശരി. അപ്പം ഞാൻ പറഞ്ഞു, അത് മരണശേഷമുള്ളതല്ലേ 65 വയസ്സ് വരെ. 65 വയസ്സ് വരെ ഞാൻ അടച്ചാൽ ഇതിൽ എനിക്ക് എന്ത് ലാഭം? അതായത് നമ്മൾ ഈ അടയ്ക്കണ പൈസ നമുക്ക് വല്ലതും കിട്ടുമെന്ന് അറിയണ്ടേ. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ, ഞാൻ 65 വയസ്സിൽ മരിച്ചില്ലെങ്കിൽ ആ പൈസ കംപ്ലീറ്റ് ഇൻഷുറൻസ് കമ്പനിക്ക്. ഞാൻ 65 വയസ്സിനുള്ളിൽ മരിച്ചാൽ 25 ലക്ഷം എൻ്റെ അവകാശികൾക്ക്. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു, മാഡം ഒരു കാര്യം ചെയ്യൂ, ഇപ്പം എടുത്താൽ നെക്സ്റ്റ് മന്ത് മരിച്ചാലും 25 ലക്ഷം രൂപ മാഡത്തിൻ്റെ അവകാശിക്ക് കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട അങ്ങനത്തെ ഇൻഷുറൻസ്. കാരണം നമ്മുടെ മരണശേഷം നമ്മുടെ കുടുംബക്കാരെ സുരക്ഷിതരാക്കുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യം തന്നെ. പക്ഷേ നമ്മൾ ഈ 65 വയസ്സിൽ നമ്മൾ ഈ പൈസ അടച്ച് 65 വയസ്സിനുള്ളിൽ നമ്മൾ മരിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു പൈസ പോലും കിട്ടാത്തൊരു ഇൻഷുറൻസ് നമുക്ക് എന്തിനാ? ഞാൻ അങ്ങനെ തന്നെ അവരോട് ചോദിച്ചു കേട്ടോ, പൊന്നു മക്കളെ, എനിക്ക് വേണ്ട. ഇത് മനുഷ്യനെ മരിക്കാൻ പ്രോത്സാഹിപ്പിക്കണ ഒരു ഇൻഷുറൻസ് ആണോ എന്ന് ചോദിച്ച് ഞാനത് കട്ടാക്കുകയും ചെയ്തു. അപ്പോൾ പറഞ്ഞു, മാഡം വേറെ വേറെ പോളിസികളുണ്ട്, കിട്ടണത് വേറെ പോളിസികളുണ്ട്. ഞാൻ പറഞ്ഞു, വേണ്ട, എനിക്ക് തൽക്കാലം താല്പര്യമില്ല. ഞാൻ ഈ ഓൺലൈനിൽ എന്ത് കണ്ടാലും നോക്കണതനുസരിച്ച് നിങ്ങളെ വിളിച്ചതാണ്. പിന്നെ ഞാനപ്പോഴേ ഇന്നലെ ഇങ്ങനെ ആലോചിച്ചു കേട്ടോ, നമ്മൾ മനുഷ്യന്മാർക്ക് 65 വയസ്സ് വരെ ജീവിക്കാനുള്ള അവകാശമുള്ളൂ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ചിട്ട്. ഈ ഇൻഷുറൻസുകാർ പറഞ്ഞു കേട്ടപ്പോഴേ, കാരണം നമ്മുടെ കുട്ടിക്കാലം, നമ്മുടെ പഠിപ്പും കാര്യങ്ങളും, പിന്നെ നമ്മൾക്ക് കല്യാണം കഴിഞ്ഞു, ആണായാലും പെണ്ണായാലും, പിന്നെ നമ്മുടെ മക്കളെ വളർത്തൽ, നമ്മുടെ ജീവിതം കരുപ്പിടിപ്പിക്കൽ, ഇതെല്ലാം കഴിഞ്ഞ് മനുഷ്യൻ സെറ്റാകുമ്പോഴത്തേക്കും 10-15 വയസ്സാവും. 55. എന്നാലും എല്ലാവരും സെറ്റായിന്നും വരില്ല. ഇടയിലൊരു വില തകർച്ച വന്നാൽ ആദ്യമേ കെട്ടിപ്പൊക്കണം. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നേ, അപ്പോൾ നമ്മൾക്ക് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലിയുള്ളവർക്ക് 50 വയസ്സ് റിട്ടയർ ആവും. സെൻട്രൽ ഗവൺമെൻറ് ജോലിയുള്ളവർക്കാണെങ്കിൽ 60 വയസ്സ്, അങ്ങനെ എൻ്റെ അറിവ് കേട്ടോ, തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. 60 വയസ്സ് റിട്ടയർ ആവും. പിന്നെ നമ്മളൊരു 5 കൊല്ലം കൂടിയേ നമുക്ക് ആയുസ് പാടുള്ളൂ. എന്താ അല്ലേ, ഓരോ കാര്യങ്ങളും ചിന്തിച്ച് നോക്കൂ. ഞാനപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, അപ്പോൾ മനുഷ്യന്മാർ എപ്പോഴാണ് പിന്നെ ജീവിക്കുക? അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ വിചാരിക്കുക എന്താണെന്നറിയോ, നമ്മൾ ജീവിതം കരുപ്പിടിപ്പിച്ചിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല. നമുക്ക് എന്തൊക്കെ പരിമിതികളുണ്ടെങ്കിലും, എന്തൊക്കെ അസൗകര്യങ്ങളുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ജീവിക്കാൻ പഠിക്കണം, ജീവിച്ചിരിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ നാളെ ഒരു വിഡ്ഢികളായി പോകും. ഭാവി തലമുറയൊക്കെ സുരക്ഷിതമാക്കാനുള്ള നമ്മുടെ അച്ഛനമ്മമാർ അത് തന്നെയായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ നമ്മളും ഈ ഭാവി തലമുറക്കാരെ സുരക്ഷിതമാക്കാനുള്ള തത്രപ്പാടിനിടയിൽ ഒപ്പം നമ്മൾ ജീവിക്കാൻ കൂടി മറക്കരുത് കേട്ടോ. പിന്നെ ഇന്നലെ എനിക്ക് അവർ വിളിച്ചപ്പോൾ, ഇൻഷുറൻസുകാർ വിളിച്ചപ്പോൾ, ഇന്നലെ തന്നെ ഫുൾ ഞാനത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നേരം വെളുത്തപ്പോൾ എനിക്ക് തോന്നി, ഇത് നിങ്ങളോടും കൂടെ സംസാരിക്കണം, എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ. അത് ഒട്ടും ശരിയല്ല അല്ലേ. 65 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് മരിച്ചില്ലെങ്കിൽ ഒരു ബെനിഫിറ്റും ഇല്ല, നമ്മൾ അടച്ച പൈസ മുഴുവൻ പോക്കായി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് ഒഴിവാവുകയും ചെയ്തു. അപ്പോൾ എനിക്കൊന്ന് നിങ്ങളോട് സംസാരിക്കണം തോന്നി. എന്താ ഇപ്പോഴത്തെ ആൾക്കാരുടെ കാഴ്ചപ്പാട്? പിന്നെ നിങ്ങളൊക്കെ സുഖമായിട്ടിരിക്കണോ? എല്ലാവരും ഡിസംബർ വെക്കേഷനെ വരവേൽക്കാൻ കാത്തിരിക്കുകയായിരിക്കും അല്ലേ?
എല്ലാവരും വെക്കേഷന് 2 ദിവസമെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒന്ന് നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് കറങ്ങാനൊക്കെ പോകും കേട്ടോ. ഓക്കെ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാവരും. നിങ്ങളുടെ കൂട്ടുകാരോടും ബന്ധുക്കളോടും ഒക്കെ പറയണേ. ഓക്കെ. താങ്ക് യു.